കോമളല്ലേ, 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 കോമളേ, ഒന്ന് വന്നേ. എന്തുവാ എന്തുവാ? ചോറ് വിളമ്പിത്താടി. ചോറല്ലേ അവിടെ ഇരിക്കുന്നത്, എടുത്ത് വിളമ്പി തിന്നൂടെ ചേട്ടാ? നീ അല്ലേ എനിക്ക് വിളമ്പി തരുന്നേ, ചോറും കൊണ്ട് വിളമ്പിയേ. ഞാനൊരു ദിവസം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? അതിന് നീ എവിടെ പോവാ ഇല്ലാതിരിക്കാന്? എന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോവാന്നോ നീ? ഞാൻ കിടന്നു പോയാൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്നാ ചോദിച്ചത്. മരുന്ന് തന്ന് എണ്ണിയിപ്പിക്കും, എന്നിട്ട് ചോറ് വിളമ്പിച്ചിട്ട് പിന്നെയും കിടത്തും നിന്നെ. എന്താ എന്റെ മനുഷ്യ, നിങ്ങളൊന്ന് വിളമ്പി തിന്നേ. എനിക്ക് 100 കൂട്ടം ജോലി അവിടെ ഉണ്ട്, തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണം. നീ ചോറ് വിളമ്പി തരുന്നുണ്ടോ? വിളമ്പി മാത്രമാക്കണ്ട, വായിലിട്ട് ചവച്ചോറ് തരാം, എന്നാ അത് മതിയോ? ചോറ് വിളമ്പി തരുന്നോ അതോ ഞാൻ? നിങ്ങൾക്ക് വിളമ്പി തരാൻ പറ്റത്തില്ല. ഇല്ല, എനിക്ക് പറ്റത്തില്ല. ഇതുപോലൊരു മനുഷ്യൻ, ഇതുപോലെ. എനിക്ക് ചോറ് വേണ്ട, ചായ ഇട്. പിടി. ഇതല്ലടി, ഇതല്ല മറ്റേത്. മറ്റേ മരുന്ന് ഇപ്പഴല്ലേ കഴിക്കേണ്ടത്, അത് കിടക്കുന്നതിന് മുന്നെയാ. ഇതിപ്പ കഴിക്ക്. എടി എനിക്ക് നല്ല ഗ്യാസ് ഉണ്ട്, ഇതല്ലെന്ന് മറ്റേതാ. എന്റെ മനുഷ്യ പറയുന്നത് കേക്ക് നിങ്ങള്. ഈ മരുന്ന് കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഗ്യാസിന്റെ മരുന്ന് കഴിക്കാൻ. അത് കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എന്നാലേ നിങ്ങൾക്ക് അസുഖം ഭേദമാവത്തുള്ളൂ. ഇങ്ങനെ കിടന്നാ മതിയോ? ഇതല്ല മറ്റേതാ. എന്തോ മറ്റേതാ കൊണ്ടുവരുന്നത്? ചായ, ചായതാടി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് വയ്യാതെ കിടക്കുക. അത് വേണം നിങ്ങൾ ആലോചിക്കാൻ. അല്ലാതെ നിങ്ങൾ ഈ പാലെല്ലാം കൂടെ കുടിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് വയറിന് സുഖക്കേടുണ്ടാവും. മനസ്സിലായോ? അത് കഴിക്ക്. ഞാൻ പോയി കഞ്ഞി എടുത്തോണ്ട് വെക്കാം. അടി, കഞ്ഞിയുടെ കുടിച്ചിട്ട് ചായതാടി. കഞ്ഞിയുടെ കൂടെ കിടക്കേട്ടാ, അത് കഴിക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നിങ്ങളെ നോക്ക് നിങ്ങളൊന്ന്. ചായ കുടിക്കാതെ ഞാൻ ഈ മരുന്ന് കഴിക്കത്തില്ലടി. എൻ്റെ പട്ടി കഴിക്കും. ഒന്നുമില്ലടാ, നീ ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും വിളിക്കടാ. ഞാനെന്തുവാ നിൻ്റെ അച്ഛനോട് വഴക്കുണ്ടാക്കി മുരടിച്ച്. അവളെ വിളിക്കാറുണ്ടോ? ഫുഡൊക്കെ എങ്ങനെ കഴിക്കുന്നത്? ഹോട്ടലിൽ നിന്നാണോ? മോനെ, കെട്ട വെളിച്ചെണ്ണയ്ക്കകത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ കൂട്ടായി പോകും. നിൻ്റെ അച്ഛൻ 24 മണിക്കൂറും ചായയും കൊണ്ടും ഇല്ലാതെ പറ്റത്തില്ല. സ്റ്റീൽ ഗ്ലാസ്സിലേ കൂടി ചായ ഇട്ടേ. ഇടാ. ഞാൻ അച്ഛനാ മോനെ. എനിക്ക് തലവേദന എടുക്കുന്നു, ചായ ഇറീ. എടീ, നീ ആ ഗോവൻ്റെ മോൻ്റെ കല്യാണത്തിന് വരുന്നുണ്ടോ? ചേട്ടാ, ഒരു 2 മിനിറ്റ്. ഞാൻ ഈ കൊച്ചു ചെറുക്കൻ എന്നെ ഒത്തിരി നാൾക്ക് ശേഷം വിളിക്കും. ഞാനൊന്ന് സംസാരിച്ചോ. പിന്നെ അതിലും സംസാരിക്കല്ലോ. ഇത് പറ, ഗോവൻ്റെ മോൻ്റെ കല്യാണത്തിന് വരുന്നുണ്ടെങ്കിൽ പറ. ആ ചെറുക്കൻ എന്തോ കൊടുക്കുന്നേ? പരീക്ഷ ആണോ? എടീ, ആ ചെറുക്കൻ എന്തോ കൊടുക്കണ്ടേ? ഗിഫ്റ്റും കൊടുക്കണ്ടേ? നമ്മുടെ ആൾക്കാരത്ത് കിട്ടണ്ടല്ലേ? എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറിയിരി. ഞാൻ വരാൻ, ചായ ഇട്ട് തരാം. ഒന്ന് അടങ്ങ് നിങ്ങളെ. ആ ചെറുക്കൻ എന്തോ കൊടുക്കണ്ടേന്ന് പറ. ചെറുതൊരു മാല വല്ല വാങ്ങിച്ചു കൊടുക്ക. ഈ മാല മേടിച്ച് കൊടുക്കാൻ ഭയങ്കര പൈസ ഇല്ലേ മാലയ്ക്ക്? സ്വർണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും തോന്നുന്നു ഈ കാലത്ത്. വരുമ്പോ അവളെയും കൂടി. നീ ചായ ഇട, എനിക്ക് തലവേദന എടുക്കും. ചായ ഇറങ്ങി പോയി. ഞാനേ, നീ എന്തിനാ 24 മണിക്കൂർ ഇങ്ങോട്ട് വിളിക്കുന്നത്? എന്തിനാ നീ വിളിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വിളിക്കാം. 3 ദിവസം കൂടുമ്പോ പോലും വിളിക്കണ്ട, കേട്ടല്ലോ? അതാ നല്ലത്. നിങ്ങക്ക് എന്തോ വേണ്ടത് ഇപ്പൊ? എടി, ആ ഗോവന്റെ മോന്റെ കല്യാണത്തിന് പോണ്ടേടി. അതിനാണ് ഇപ്പൊ ചായ വേണ്ടുന്നത്. നീ എന്താ ചായ ഏതെങ്കിലും ചെയ്. പാലില്ല. ഞാൻ 2 ദിവസം മുന്നേ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ പാല് കിട്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആ പാൽക്കാരനെ ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞേ. പാലില്ലെന്ന് ഇവിടെ. പാൽക്കാരോ, ഒന്നിങ്ങോട്ട് വന്ന് ഇച്ചിരി പാല് കൊടുക്കണേ. അല്ല, മാവിന്റെ മൂട്ടി ഇരിക്കുക. വിളിക്കുമ്പോഴേ പൊങ്ങിച്ചാടി വന്ന് പാലിങ്ങോട്ട് തന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. പാൽക്കാരൻ, ഞാൻ പോകണം പാല് മേടിക്കാൻ ഇനി. അല്ല, പാൽക്കാരൻ പോയി ചായ ഇടേ. പോ ചായ ഇട്. എടി പോയി ചായ ഇടടി. പോയി ബാ ചോറ് വിളമ്പി വെച്ചേക്കാന്ന്, വന്ന് കഴിച്ചേ. എന്നോടാ ചോറ് വിളമ്പ്. എന്നും ഈ ഗേറ്റിന്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ചോറ് വിളമ്പി ഇവിടെ കാണണമെന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ട് ചോറ് വിളമ്പി വെച്ചതാ ഞാന്. എനിക്കിപ്പോ തൽക്കാലം ചോറ് വേണ്ട. ഞാൻ പത്മ ഹോട്ടലിൽ നല്ല അടിപൊളി മീൻകറിയും കൂട്ടി ഊണ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിന് കുറ്റമൊന്നുമില്ല. ഒരു കുറ്റവും. അവിടുത്തെ മീൻകറിക്ക് ഒരു കുറ്റവും ഇല്ല. നല്ല രുചിയാണ്. ഞാൻ ഇച്ചിരി മീൻകറി വെക്കുവാണെങ്കിലോ എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും വെക്കുവാണെങ്കിലോ നിങ്ങൾക്ക് കുറ്റത്തോട് കുറ്റം. കെട്ട എണ്ണയ്ക്കകത്ത് വെക്കുന്ന ഹോട്ടലിലെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക്. എന്താടി ഇത് കൂമ്പ് പോരന്?
വാഴയ്ക്ക. ആ വെണ്ടയ്ക്ക ഉണ്ടാക്കി വെച്ചേക്കുന്നത് വേണ്ടില്ലേ? അപ്പൊ ചോറ് വേണ്ട നിങ്ങൾക്ക്? എനിക്ക് ചോറ് വേണ്ട. നിന്നോട് ഞാൻ പറഞ്ഞ ചോറ് ഉണ്ടാക്കി വെക്കാന്. അപ്പൊ ഞാൻ ഈ ഉണ്ടാക്കി വെച്ച ചോറ് എന്ത് ചെയ്യും? ആ വെളിയിൽ കൊണ്ട് പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കും. അതൊന്ന് മണപ്പിച്ച് നോക്കിയിട്ട് തിരിച്ചോടിക്കോളൂ. നിന്റെ വെപ്പനയല്ലേ ഇത് ഉണ്ടാക്കി വെച്ചത്? ഇതെന്തോ ഇത് മീൻകറിയാണോ? അതൊന്ന് മഞ്ഞിച്ചിരിക്കുന്നത്. മീനില്ലല്ലോ ഇതിനകത്ത്. ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ? ഈ വീട്ടിൽ ആകെ കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. അത് ഞാൻ കിണർ കുത്തിക്കൊണ്ട്. മൂപ്പിനകത്ത് എന്തായാലും വെള്ളം നിറച്ച് വെക്കാത്തത്? അത് ഞാൻ എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വരാം. അതിനുത്തരവുണ്ട്. മാമാനം ഉണ്ടാക്കുന്നതിൽ ഒന്നും ഉണ്ടാകത്തില്ല. വേണം എടുത്ത് കഴിക്കും നീ. ചോറ് ഇപ്പൊ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചത്? എനിക്ക് വേണ്ട ചോറ്, അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ പറയാതെ ചോറ് വെക്കരുത്. എന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ചോറ് വെക്കുന്നത്? ആണോ? നിങ്ങൾ എന്നും പറഞ്ഞിട്ടാണ് ചോറ് വെക്കുന്നത്? ആ കഴിക്കുന്നു. ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ? ഞാൻ വേണമെങ്കിൽ ഞാൻ കുടിച്ചോളാം. ചായ ഇട് എനിക്ക് ചായ ഇട്. ചായ കുടിക്കാൻ കിട്ടിയില്ലയോ അവിടുന്ന്? ചായ കുടിക്കാൻ കിട്ടിയില്ല. ആ നന്നായി പോയി. എനിക്ക് വെച്ചേക്കുന്നു, ഞാൻ വല്ലതും കഴിക്കട്ടെ. ചായ ഇട്ടിട്ട് കഴിച്ചാ പോരായോ? അതിന് മുമ്പേ കഴിക്കണം. കടുപ്പം കൂട്ടി ഇടണം. ചേട്ടാ ചായ. അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതാ ചായ ഇട്ടുകൊണ്ട് വരുമ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോക്ക്. കോമളല്ലേ, നിനക്ക് എങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ വേദന? എനിക്ക് വേദനയാ ചേട്ടാ, നടുവിനൊക്കെ ഭയങ്കര വേദനയാ. നീ എത്രന്നും പറഞ്ഞാടി ഈ പെയിൻ കില്ലർ ഇങ്ങനെ കഴിക്കുന്നേ? വേദനയ്ക്ക് പിന്നെ പെയിൻ കില്ലർ കഴിക്കണ്ടായോ? നീ വല്ലതും കഴിച്ചോടി? വിശപ്പില്ല ചേട്ടാ, ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കഞ്ഞി മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്തെങ്കിലും വേണമെങ്കിൽ വെളിയിൽ പോയി കഴിക്കണേ. കോമളല്ലേ, നീ നീണ്ടു നിവർന്നൊന്ന് കിടക്ക്, ശരീരം അനങ്ങാതെ. അപ്പം ഈ വേദന അങ്ങ് മാറും. കോമളല്ലേ, ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നതിന് മുമ്പ് കടുപ്പത്തി എനിക്കൊരു ചായ ഇട്ട് തരുമോടി? മനസാക്ഷി ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? പാലും പഞ്ചാരയും തേയിലയും പോലെയടി, എന്തിനാ മനസാക്ഷി? ഞാനിവിടെ കൊളക്കോഴിയുടെ കൂട്ട് കിടക്കുന്ന കണ്ടോ നിങ്ങള്? എനിക്ക് വയ്യ, കൊണ്ടുപോ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടടി, ഞാൻ ഹോട്ടലിൽ പോയി കൂച്ചോളാം. ഇവിടെ ഒരു അടവ് ജോലി ചെയ്യാൻ വയ്യാത്തൻ്റെ. ചായക്കിനും കാവൽ വരെ പോകണത്. ആ എവിടെ പോന്നു? ഞാൻ കിളക്കാൻ പോന്ന്, തീമ്പ് വിളക്കാൻ. വാ ചായ കുടിക്കാം. ചായ ഒന്നും വേണ്ട, പണിയുണ്ട്. വാടേ ചായ കുടിക്കാടേ. ആക്ക് വേണ്ടെന്നാ. ഇത് ബായ്, എന്നാ പണിയുണ്ടെന്നാ. അവളല്ലേ കോമളല്ലേ? എന്തുവാ? ആ എടേ, ഇതാരാന്ന് മനസ്സിലായോ? ആരാ? സൂക്ഷിച്ച് നോക്ക്, ആരാന്ന് മനസ്സിലായില്ലയോ? ഇല്ല. നമ്മുടെ പാക്കരൻ കൊച്ചാടൻ്റെ മോനാ, പുഷ്കരൻ. ഒരു ചായ ഇടുന്നി. എൻ്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനോ? നീ ഇപ്പൊ കൂട്ടുകാരനാടേ. നീ ഒരു ചായ ഇട്. എടി ഒരു ചായ ഇടറി. നീ വല്ലതും കഴിച്ചായിരുന്നോടെ? ഇല്ല, കിളച്ചിട്ട് കഴിക്കാൻ പോണം. ആ എടി ഒരു കാണും ഉച്ചയ്ക്ക് കഴിക്കാൻ. എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകും. എടി കഴിക്കാൻ വല്ലതും ഉണ്ടാക്കാൻ. നീ അങ്ങോട്ട് ഇരിക്കണേ, കൈ കഴുകി. ആ പരിക്കാത്തൊരു പോകണം. എന്നാ എൻ്റെ ഭർത്താവാന്നോ കാലനാന്നോ? എടി നീ ചായ ഇടറി പോ. എന്തുവാന്നോ? പനി പിടിച്ച് ഞാനിവിടെ കിടന്ന്. നീ കേക്ക്, ആ മനുഷ്യനെ ആരാണ്ടെയൊക്കെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കുക. എന്നിട്ട് എന്നോട് പറയാം ചായ അനത്തി കൊടുക്കാൻ. എനിക്കറിയത്തില്ല കുഞ്ഞി ആരാന്ന്. കൂട്ടുകാരൊന്നും അല്ല. മൃഷ്ടാനം വെട്ടി വിടുകയും ചെയ്തു. ഞാൻ ചോറും ഉണ്ടാക്കി കൊടുത്തു. സദ്യ വേണമെന്ന് പറഞ്ഞു.
അയാൾ നന്നായിട്ട് ഇടങ്ങഴിയുടെ ചോറ് അങ്ങനെ തിന്നത്. ഏമ്പക്കവും വിട്ട് നെടുനീളത്തിൽ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അയാൾ പോയത്. അപ്പോൾ വല്ലോനെയൊക്കെ വിളിച്ചു വരുത്തുന്ന അതിൻ്റെ ആവശ്യം എന്തുവെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അതിൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. അയാൾ കുറ്റം പറയുക. 3 ദിവസമായി എന്നോട് മിണ്ടിയിട്ട്. ഉപ്പില്ലായിരുന്നു അത്ര. ഉപ്പ് കൊടുത്തതിനകത്ത് അതിനകത്ത് ഇനി വെച്ചോ ഇതായിരിക്കണം. ശരി ഡേ, ഞാൻ പിന്നെ വിളിക്കും. ശരി, നന്ദിപ്പുണ്ട്. പാലിൻ്റെ പാത്രം തേയിലയും പഞ്ചാരയൊക്കെ എന്ത് ചെയ്യും? പഞ്ചാര എന്തോടാ മൂക്കിപ്പൊടി തേയില കയറുന്നു. ചായ കുടിക്കാൻ പലചരക്കട വിളിച്ചൊന്ന് പറ, തേയില ഒന്ന് കൊണ്ടുവരാന്. ഇതിനൂടെ ഓയ് തേയിലക്കാരാ, കടയും പൂട്ടി വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി തേയിലയും കൊണ്ടുവരണേ. എന്റെ ഭർത്താവിന് ചായ അനത്തി കുടിക്കാനാ, ഇല്ലെങ്കിൽ അങ്ങേർക്ക് വെപ്രാളം. ഇപ്പൊ കൊണ്ടുവരും, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ കളിയാക്കുവാന്നോടി? പിന്നെ അല്ലാതെ കഴിഞ്ഞ ദിവസം എന്തുവായിരുന്നു, പാല് തീർന്നു പറഞ്ഞിട്ടോ പാല് കൊണ്ടുവന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞില്ലയോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും. വെളിയിൽ പോയി കുടിക്കാൻ ആരുടെ ഔദാര്യം വേണ്ടല്ലോ. വേണ്ട, പൈസ മാത്രം മതി. മതിയല്ലോ. ഓ എന്റെ ഉണ്ട്. ഓ വെളിയിൽ പോയി കുടിച്ചോളാം. ഓ എന്നാട്ടെ കാണിച്ചാല്. അയ്യോ ആമയായി മന്ദരം താഴ്ന്നിടും താമര കണ്ണനെ കൈതൊഴുന്നു ലക്ഷ്മി പണ്ടു പണിയൊരു ലക്ഷ്മി എനിക്ക് ഇച്ചിരി ചായ പോയിട്ടുണ്ടോ? എനിക്കത് നല്ല തലവേദന. രാവിലെ ചോറ്റുപത്രത്തിനകത്ത് പാല് കൊണ്ടുവന്നിട്ട് നീ എവിടെ കൊണ്ടുവച്ചേ? എവിടെ കൊണ്ടുവച്ചു? ഫ്രിഡ്ജിനകത്ത്. ഞാൻ ഫ്രിഡ്ജിനകത്തൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല ഇപ്പൊ അതില്. അതിനിത് ഉടുത്തു പാകാതെ വീട് കാരുണ്യവാരിതേ കൈതൊഴുന്നേ പാലുകാരന് പൈസ കൊടുത്തായിരുന്നു. എത്ര രൂപ കൊടുത്തേ? പാലുകാരന് എത്ര രൂപ കൊടുത്ത്? അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനിതാ കൈതൊഴുന്നേ മണ്ണെണ്ണ കിട്ടിയോ? രാമപാദം ചേരണേ രാമ പാഹിമ രാമ രാമ ദൈവമെന്നൊരാശ്രയം മുകുന്ദ രാമ പാഹിമ രാമ 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 രാമപാദത്തോടു ചെന്നു ചേരുമെന്റെ രാഘവ മനോഹര മനോഭിരാമ പാഹിമ രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമ. പാലാജിന് വല്ലതും കൊടുക്കണം. നമ്മുടെ വീടിന്റെ പാലാജിനും കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്ന മൊത്തം. നീ പോയി ചായ ഇട്. അതൊന്നും വയ്യെങ്കിൽ നീ പോയി ചായ ഇട്. നീ എന്തെങ്കിലും ഇത് വാർന്ന് പറ. ഈ തലയാണെടുക്കണേ. എന്നിട്ട് സാറുമാരെന്താ പറഞ്ഞു മോളെ? അയ്യോ മക്കളെ, നിങ്ങൾ എപ്പോ വന്നു? നീ എന്താ വിളിച്ചു പറയാതെ? വിളിച്ചു പറഞ്ഞിട്ട് വന്ന സർപ്രൈസ് പോത്തില്ലേ? ചേടാ നിനക്ക് ഇവിടെ എവിടെ കിട്ടിയടാ? എനിക്ക് 3-4 ദിവസം ലീവ് കിട്ടി. അപ്പൊ അവളും പറഞ്ഞ നമ്മ പറഞ്ഞില്ലേ, അപ്പൊ അവളെ വിളിച്ചോണ്ടെങ്കിൽ പോകും. എന്നാലും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് പറഞ്ഞിട്ട് വരാന് ഇവിടെ ഇരിക്കുന്നത് മുഖ്യമന്ത്രി വല്ലോ ആണോ? എന്തുവാ മുഖ്യമന്ത്രി കുറഞ്ഞവരാരും വിളിച്ചു പറയത്തില്ലയോ? അവർക്ക് ഫോൺ കണക്ഷൻ ഇല്ലയോ? മോളെ, ഈ മഴയും പിടിച്ച് നിങ്ങൾ വല്ലതും കുടിച്ചോ വരുന്ന വഴിക്ക്? ഒന്നും കുടിച്ചില്ല അച്ഛാ. തുടങ്ങി. എന്നാ ഒരു ചായ ഇട്ടാ എല്ലാവർക്കും കൂടെ കുടിക്കാം. അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടെ ചായ കൂച്ചുന്നില്ല. നിനക്ക് വേണോടി? വേണ്ട. നിനക്ക് വേണോ? ചായ വേണ്ട. അപ്പൊ പിന്നെ ഇനി വേറെ ആരും ചായ കൂച്ചുന്നില്ല. തേഞ്ഞ് 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 തേഞ്ഞ്. വല്ലതും കഴിച്ചോ? ഇല്ല. ഒന്നും കഴിച്ചില്ലയോ? എന്നാ പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കാതെ അടുക്കളയിൽ പോയി നിന്ന് വല്ലതും ഉണ്ടാക്കിയാലേ കഴിക്കാം ഉച്ചക്ക് കേട്ടോ. ഇവർ 2 പേർക്കുള്ള ആഹാരമേ ഉള്ളൂ. 2 പേരാണല്ലോ താമസിക്കുന്നത്.
അതിൽ ഭൂരിഭാഗവും തേയിലയും പഞ്ചസാരയും. ദിവസത്തിൽ 8 നേരവും ചായ കുടിച്ചുക. ചായയാണ് ഇവിടുത്തെ മെയിൻ ആഹാരം. അതുകൊണ്ട് പച്ചക്കറി ഇല്ല. മുണ്ടും മടക്കി കുത്തി ഇരിക്കാതെ പോയി പച്ചക്കറി വാങ്ങിച്ചോട്ട് വാടാ. ഉണ്ടോ? പാൻ്റല്ലേ? പാന്റ് മാറിയിട്ടിട്ട് മുണ്ട് ഉടുത്തിട്ട് പോയി പച്ചക്കറി വാങ്ങിച്ചോട്ട് വാടാ. ഓ അതെ, അന്ന് കയറി ഉടനെ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കാതെ പോയി ഒന്ന് ഫ്രഷ് ആവ്. ഇന്നിക്കടാ, ഇന്നിക്കടി, നീ ഇന്നിക്കടാ, പോങ്ങോട്ടോ. നമ്മളൊരു ചായ പോടുന്നു എനിക്ക്. ഒരു ചായ ഇടാൻ പറഞ്ഞപ്പോൾ തന്തേ വരെ പുച്ഛം. അതെങ്ങനെ 24 മണിക്കൂർ മക്കൾ രണ്ടുപേരെയും ഫോണിൽ വിളിച്ച് ഓതി കൊടുക്കുമല്ലോ തന്തയുടെ സ്വഭാവം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ്. നീ ഒറ്റ ഒരുത്തിയാ പിള്ളേരെ അകറ്റിയത് എൻ്റെ നിന്ന്. ആണെങ്കിൽ കണക്കായിപ്പോയി. കണക്ക് വലിയ പുള്ളിയാങ്ങ്. പോയി ചായ ഇറി. എനിക്ക് സൗകര്യം ഇല്ല. ഓഹോ, എൻ്റെ പൈസ ഉണ്ട്, ഞാൻ കടയിൽ നിന്ന് കുടിച്ചോളാം. അമ്മേ, അച്ഛൻ ഇതെന്തോ അമ്മേ? അച്ഛൻ എന്തു വന്നു? അല്ല, ഇതുവരെ ഇല്ലാത്ത പരിഷ്കാരങ്ങളൊക്കെ. നിന്റെ അച്ഛൻ്റെ കൂടെ ജീവിക്കണമെങ്കിലേ കുറച്ച് പരിഷ്കാരമൊക്കെ കൂടിയേ തീരത്തുള്ളൂ. അങ്ങേർക്ക് ചായ ഉണ്ടാക്കി ഉണ്ടാക്കി എൻ്റെ ആയുസിന്റെ പകുതി തീർന്നു. ഇതെന്തോ സംഭവം? ഇത് ഞാനല്ല, സാവോട്ടിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാ. www.savot.in അതാന്ന് തോന്നുന്നു. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാ. ഇതാവുമ്പോഴേ ഈ അച്ഛന് ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് തപ്പിപ്പിടിച്ച് നടക്കണ്ട. ഈ അരി, ഉഴുന്ന്, പരിപ്പ് ഇതെല്ലാം കൂടെ പല ടിന്നിൽ എടുത്ത് വെക്കാതെ ഈ ഒരൊറ്റ സാവോട്ടിനകത്ത് ഇട്ട് വെച്ചാൽ മതി. ഓരോ കിലോയുടെ 6 എണ്ണം വെച്ചിടാം ഇതിനകത്ത്. കൊള്ളാം. ഇതാവുമ്പോൾ ഒറ്റ പ്രസ് സാധനം കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് വെച്ച് തന്നെ കഴുകി ഉപയോഗിക്കുകയും ചെയ്യാം. മുട്ടയൊക്കെ വെക്കാടി. ആഹാ, അത് കൊള്ളാലോ. അച്ഛൻ വാങ്ങിച്ചു തന്നു. നിന്റെ അച്ഛൻ വാങ്ങിച്ചു തന്നു. അങ്ങേർക്ക് വാങ്ങിച്ചു തരാൻ എന്തെങ്കിലും അറിയൂ? ഇത് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചത്. അങ്ങേർക്ക് ചായ ഒഴിച്ച് കുടിക്കാനല്ലേ അറിയത്തുള്ളൂ. ഇതെന്തുവാ? ഇതോ? ഇത് നീ അരി ഇങ്ങെടുത്തേ. ഇത് അരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാ. 10 കിലോയുടെ റൈസ് മേറ്റ്. കൊള്ളാം, നമുക്ക് അരിയൊക്കെ ഇട്ട് വെക്കാം. 5 കിലോയുടെ ആ പച്ചരി ഇടാനുള്ളതുണ്ട്. ആ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരും. നമ്മളെ രണ്ടുപേരൂടെ ആ, ഒരു ചായ എടുക്കുക അടുപ്പത്തിൽ. എന്റെ പൊന്നു മനുഷ്യ, ഗ്യാസ് തീരാറായി. അതിനിവിടെ എന്തോ ഉണ്ടാക്കി ഗ്യാസ് ഇത്ര തീരാന്? ചായ ഉണ്ടാക്കി ഗ്യാസിന്റെ പകുതി കുറ്റിയും തീർന്നു. ഒരു ദിവസം 10 ചായ കുടിക്കുമ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങ് തീർന്നു. ഒരു ദിവസം 10 ചായ, അങ്ങനെ 30 ദിവസം 300 ചായയാണ് നിങ്ങൾ അകത്താക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ആ ഗ്യാസുകാരനെ വിളിച്ച് എത്ര വേഗം സിലിണ്ടർ കൊണ്ടുവരാൻ പറ. ഫ്രീ ആണെങ്കിൽ സിലിണ്ടർ ഇവിടെ കൊണ്ട് വെച്ചേക്കണേ. പെണ്ണുപിള്ളക്ക് പാചകം ചെയ്യാനാ. ഇവിടെ വന്നോട്ടെ. ഇവിടെ വിചാരവേ സിലിണ്ടർ കൊണ്ടുപോവാ എന്ന് പറയുമ്പോഴത്തേക്ക് സിലിണ്ടർകാരൻ നമ്മുടെ മതിലിന്റെ അപ്പുറത്ത് നിൽക്കുവാന്നാ. മനസ്സിലായോ? കൊണ്ടിവിടെ വെച്ച് ഗ്യാസ് കണക്ഷനും കൊടുത്ത് അയാൾക്ക് അങ്ങ് പോകാൻ. ഞാൻ ഇനി പോണം ഇതിന്റെ പുറയില്. എന്തൊരു ഇതിലാ പറയുന്നത്? പെട്ടെന്ന് കൊണ്ടുപോകല്ലേ. ഓർഡർ ഇടുവാ. കഴിക്കാൻ വല്ലതും ഉണ്ടോ? ചോറാവുന്നു. ഏതാ മീനില്ല, മീൻകാരൻ വന്നില്ല. പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം മീനില്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. നേരെ വിളിച്ച് മീൻ കൊണ്ടുവരാൻ പറ. ഓയ് മീൻകാരാ, ഒന്ന് ഇങ്ങോട്ടൊന്ന് വരൂ. ഒരിച്ചിരി മീനും കൊണ്ടിങ്ങി വരൂ. ഒന്ന് കഴുകിയേക്കണേ. ഒന്ന് വന്നട്ടെ. നേരത്തെ ഗ്യാസുകാരനെ വിളിച്ചില്ലേ, അതുപോലെ മീൻകാരനെ വിളിച്ചതാ. മീൻകാരൻ ഇങ്ങി പോന്നോളൂ. സാമാനൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊണ്ടുപോകാം കേട്ടോ. ടേബിളിൽ ഓർത്തോട്ടോ. കറികൾക്കൊക്കെ എന്തൊരു മണം. എന്താടാ നിന്റെ മൂക്കിനകത്ത് ദശവെല്ലാം കളിക്കുന്നുണ്ടോ? ഇല്ല. ഇത്രയും മണം കയറാൻ അച്ഛന് കിട്ടുന്നില്ലേ? എനിക്ക് കിട്ടുന്നു. വർഷങ്ങൾ കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ എനിക്ക്. കേട്ടോ മോളെ, ചിലർക്കേ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അത് പിടിക്കത്തില്ല. പക്ഷെ അങ്ങനെ ഭാഗ്യത്തിന് നമ്മുടെ വീട്ടിലാരും ഇല്ല. മോളെ, പൊന്നുകൊണ്ട് പുളിശ്ശേരി ഒന്നും ഇവിടെ വെക്കണ്ട. ഈ വെക്കുന്ന പുളിശ്ശേരി അന്നനാളത്തിൽ കൂടെ താപ്പോട്ടൊന്ന് ഇറക്കാനുള്ളൊരിത് തന്നാൽ മതി എനിക്ക്. 10-25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇത്രയും നാളും ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്ന ആഹാരവും പുളിശ്ശേരിയും എല്ലാം കൂടെ എന്തോ ചെയ്യുമായിരുന്നു? മൂട്ടിൽ കൂടെ ഓസ് കുത്തി മേലോട്ട് വലിക്കുമായിരുന്നോ? ആയിരുന്നോ? അതെങ്ങനെ അച്ഛാ? മിണ്ടായിരുന്നാ ഓരോന്നുണ്ടാക്കിയെടുത്ത്. അയ്യോ, മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം ഈ വീട്ടിൽ വാഴയ്ക്കാത്തവരെന്നാ. പറമ്പേ നിൽക്കുന്ന വാഴയെല്ലാം കൂടെ വെട്ടി ഞാൻ ദൂരെ ഞാൻ കളയും. ശരിയാ, ഇവിടുത്തെ ഒരു മുതുവാഴയുണ്ട്. അത് വെട്ടി അങ്ങോട്ട് വീഴ്ത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാ അമ്മയ്ക്ക് ആ മുതുവാഴയുടെ കൂമ്പെടുത്ത് തോരൻ വെച്ചൂടെ? ആരും കഴിക്കത്തില്ലടാ, ആരും കഴിക്കത്തില്ല. പേട എന്തോത്തിന് കൊള്ളാം ഒരു വാഴയ്ക്കാത്തോരൻ.
30 ദിവസം ഉണ്ടാക്കുവായിരുന്നു, അങ്ങ് ഉണ്ടാക്കുക. ആയി വെച്ച് കൂട്ടാനും കൊള്ളത്തില്ല. എന്താടി തോരൻ വൃത്തിക്ക് ഉണ്ടാക്കാഞ്ഞത്? ഞാൻ എത്ര വട്ടം പറഞ്ഞു തന്നു അത് നല്ലോണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എന്താടി വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കാഞ്ഞത്? നീ അല്ലേ അത് ഉണ്ടാക്കിയത്? ഞാനത് ഉണ്ടാക്കിയത്. ആ, ഒന്ന് കഴിച്ചു വന്നപ്പം ഇച്ചിരി രുചിയൊക്കെ ഉണ്ട്, കൊള്ളാം. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാക്കിയിട്ടുണ്ട്. ഇത്രയും നാൾ വെച്ചത് ഏറ്റവും രുചി ഇന്ന. അമ്മ പഠിപ്പിച്ച പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓ, അമ്മ പഠിപ്പിച്ച്. ചുമ്മാ അല്ലേ വാഴക്കയുടെ തൊലിക്ക് ഇത്ര കട്ടി? അത് ഇരിയാൻ പഠിക്കണം ആദ്യമേ. തൊലിക്കല്ലേ കട്ടി അല്ലേ? അതുകൊണ്ട് അത് നല്ലോണം കിരിയണം കേട്ടല്ലോ. ഇത് മണപ്പിച്ച് നോക്കിയിട്ട് എന്തോന്ന് പറഞ്ഞാടാ. നല്ല മണം. എന്താ അറിയാമേ? മീൻകറി. മനസ്സിലായില്ലല്ലോ. ആ, ഇതാ എന്റെ അവസ്ഥ. മീൻകറി എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്ക് എന്തുവാന്ന്. സേമിയ പായസം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഉണ്ടായിനി, ഞാൻ പറയുന്ന കേക്ക്. എന്റെ പൊന്നു മോനെ, എനിക്ക് ഗ്യാസ് ഉള്ളതാ. ഈ മീൻകറി ഉണ്ടാക്കുമ്പോ അതിനകത്ത് കുറച്ച് ഇഞ്ചി, കടുക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടണം. ഇതൊന്നും ഇവിടെ ഇടത്തില്ല, ഇവർക്ക് അറിയത്തില്ല. രാത്രി ഞാൻ ഇരുന്ന് നെഞ്ച് തിരുമണം. എടി, ഈ മീൻകറി ഇവിടെ ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. നീ അല്ലേ പറഞ്ഞ പത്മ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണം, അച്ഛൻ ഇഷ്ടപ്പെടുമെന്ന്. 24 മണിക്കൂറും ആ ഹോട്ടലിന്റെ വാതൊക്കെ കയറി ഇറങ്ങിയത് ഇവിടുന്ന് ഇവിടെ വരെ അങ്ങ് നക്കും. അവിടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട കെട്ട എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കി SGPT അങ്ങ് ഹയ്യ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള ഇച്ചിരി കറിവേപ്പില ഇട്ട് ഇച്ചിരി ഇഞ്ചി ഇട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് പറ്റത്തില്ല. കെട്ട എണ്ണയ്ക്കകത്ത് തന്നെ വേണം. ഇവിടെ കൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങേർക്ക് വേണ്ട. അങ്ങേർക്ക് അവിടെ ചെന്ന് കഴിക്കുമ്പോൾ ആഹാ, ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓഹോ. എന്തുവാ നീ ഇല്ലടെ വാങ്ങിച്ചത്? ഇനി മേലെ എവിടെ നിന്ന് വാങ്ങിച്ചേക്കരുത് കേട്ടല്ലോ. ഞാനാ ചെയ്ത് മേടിച്ചോണ്ട് വന്നത്. മര്യാദക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് ഇന്നിട്ട് പോടാ. ചോറ് വേണം കഴിക്കും. എനിക്ക് ചോറ് വേണ്ട. കടുപ്പത്തെ ഒരു ചായ ഇറി. അച്ഛൻ പോട്ടമ്മേ, ഞങ്ങൾക്ക് ചോറ്. അങ്ങനെ മോളല്ലേ നീ? അങ്ങനെ മോളല്ലേ? അങ്ങോട്ട് വിളമ്പി തിന്നെ. പറഞ്ഞതാ ഞാൻ നീ ചോറും കിട്ടേ. വേദനിച്ചോടി മോളെ? ഇല്ല, നല്ല സുഖം ഉണ്ടായിരുന്നു. ഒരെണ്ണം തരട്ടെ തിരിച്ചു? എന്തുവാന്നറിയത്തില്ല മോളെ, എനിക്ക് അങ്ങേറെ വർത്താനം കേൾക്കുമ്പോൾ അങ്ങ് കരി തുള്ളിപ്പോയി. അങ്ങനെ അങ്ങ് പറ്റിപ്പോയത്. അങ്ങ് ക്ഷമി. ഇങ്ങനെ ദേഷ്യം പിടിച്ചാൽ നിങ്ങൾ എന്നെ കൊല്ലൂലോ തള്ളേ? അല്ല, ആക്ച്വലി നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നമേ നിന്റെ തള്ളയാ. എനിക്കൊരു കുഴപ്പമില്ല. 24 മണിക്കൂർ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എടാ മോനെ, ഒരു മനുഷ്യന് ദാഹജലം ചോദിക്കുമ്പം അത് ഇട്ട് കൊടുക്കാത്തവൾ അവള് സ്ത്രീയാണോ? അച്ഛൻ ചായ എന്നുള്ളത് ദാഹജലമല്ല അച്ഛ. ദാഹജലം അല്ലല്ലോ. അപ്പൊ അത് അയാളുടെ അഹങ്കാരവാ. ഞാൻ വെറുതെ ഇരിക്കുന്ന അയാൾക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളു കാര്യം. അത് അമ്മയ്ക്ക് വെറും തോന്നുന്നേ അമ്മേ. ഒരു തോന്നലുമില്ല. അവക്ക് എന്നെ തീരെ വിലയില്ല. അച്ഛൻ്റെ കയ്യിലും ഉണ്ട് കുഴപ്പം. അമ്മയോട്ട് മോശമല്ല കേട്ടോ. മോശമാന്ന്, ഭയങ്കര മോശമാ. അവൾ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ച് ഞാൻ മടുത്തടാ. ഹോട്ടലിലെ ആഹാരം കഴിക്കുന്നതിന് യാതൊരു മടുപ്പും ഇല്ലല്ലോ. ശരി, അച്ഛൻ്റെ ഇഷ്ടം തോന്നുന്നു അമ്മയോട് തുറന്നു പറ. ഇപ്പം അച്ഛൻ്റെ ഇഷ്ടം എന്തോ? എനിക്ക് അയാൾക്ക് ചിക്കൻ കറിയൊക്കെ ഇഷ്ടം. എന്നാ ഒരു കാര്യം ചെയ്യ്, അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി അച്ഛന് കൊടുക്ക്. അത് കഴിച്ചിട്ട് അച്ഛൻ പറയണം, എടുക്കുമ്പോളെ ഇത് നല്ല തീപ്പൊരി ഐറ്റം ഉണ്ട്. എന്തായാലും അച്ഛൻ്റെ ചിക്കൻ? അച്ഛനിവിടെ ചായ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഗ്യാസ് തീർന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യാനാ? ഗ്യാസ് കിട്ടുന്നത് വരെ നിന്റെ അച്ഛനെ ചായ കുടിക്കാതിരിക്കാൻ കെട്ടിയിടാം, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങേരോട് അപ്പോഴേ പറഞ്ഞതാ ഗ്യാസ് തീരാറായി. അപ്പൊ അവിടെ നോക്കിയിട്ട് കൈ കൊട്ടി വിളിക്കുക. ഇത് എന്തുവാ ഇത്? ഇതുപോലൊരു മനുഷ്യന്. ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം? ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാനാ? ഇനിയും നാളെ വല്ലതും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വല്ലതും ഗ്യാസ് ഒപ്പിച്ചിട്ട് ഉണ്ടാക്കാം, അല്ലാതെ ഇനിയും രക്ഷയൊന്നും ഇല്ല. നാളെ പറ്റത്തില്ല, നാളെ ഞങ്ങളെല്ലാം പോവില്ലേ? എന്ന് വെച്ചിട്ട് ഭൂമി തുറന്നുണ്ടാക്കാൻ പറ്റത്തില്ല കൊച്ചേ. അമ്മ അപ്പച്ചനെടുത്ത് ഗ്യാസ് കാണുമല്ലോ. അപ്പച്ചനെടുത്തോ? ഞാൻ പറഞ്ഞു വേണ്ട, ഇന്നെ തിന്നെ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യും, ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുക്കണം. പിന്നെ അങ്ങേര് ചായ കിട്ടാതെ പ്രസവിക്കുവാണെങ്കിൽ ആ കെറ്റിൽ വെച്ച് എങ്ങനെയെങ്കിലും ചായ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ നിന്റെ തലയാളി പറയും. ചിക്കൻ എടുക്കും, ഷോൾ എടുക്കട്ടെ.
അച്ഛാ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അമ്മ അകത്തുനിന്ന് വരുമ്പോൾ ആവശ്യമില്ലാതെ ഒന്നും പറയാൻ നിൽക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാറ്റി നിർത്തി പറയണം. ഞങ്ങൾ മുമ്പ് വെച്ചൊന്നും പറയരുത്. അമ്മയ്ക്കൊരു നാണക്കേടായിരിക്കും കേട്ടോ. അച്ഛ സാധനം ഇപ്പോൾ വരും, അത് കഴിക്കുമ്പോൾ അച്ഛൻ്റെ സുഖടങ്ങ് മാറിക്കോളും. എന്താ സാധനം? അതൊക്കെ വരും, അതെന്തായാലും അച്ഛൻ്റെ ഫേവറേറ്റ് സാധനം. ഉപ്പില്ല. ഇല്ല, ഉപ്പില്ല. ഉപ്പില്ല, എരിയില്ല, മസാലയില്ല, ഒന്നുമില്ല. അതെ, എത്ര വർഷമായി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ആഹാരം നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആവാഞ്ഞിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് വയ്യ, എന്റെ നട്ടല്ല മുരിപ്പ് എല്ലാം പോയിരിക്കുക. എന്നിട്ടും കൂനി പിടിച്ച് പനിയായാൽ പോലും അടുക്കള നിൽക്കുന്നതേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. എന്നിട്ടും ഒന്ന് അടുക്കള കയറി സഹായിക്കൂ, അതില്ല. എന്നാ ഉണ്ടാക്കുന്ന ആഹാരത്തിന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറ. വേണ്ട, ഇനിയില്ല. ഞാൻ ചാവുമ്പോഴേ നിങ്ങൾ എന്റെ വില മനസ്സിലാക്കത്തുള്ളൂ. എന്തോ പണി അച്ഛ കാണിച്ചേ? ഇതിനെന്താ കുഴപ്പം? ഉപ്പില്ല, അത് ഞാൻ പറഞ്ഞു. ഉപ്പ് ഒരു കുഴപ്പമില്ല. കഷ്ടം അച്ഛാ ഇത്രയും പറഞ്ഞത്. അത് ഞങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിൽ വെച്ച്. എത്ര കഷ്ടപ്പെട്ട് അമ്മ ഇത് ഉണ്ടാക്കിയെന്നറിയാവോ? എന്താ കഷ്ടപ്പെടുക ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന്? അച്ഛ ഇന്ന് ഈ വീട്ടിൽ ഗ്യാസ് ഇല്ലായിരുന്നു. എന്നിട്ട് അമ്മ അപ്പച്ചയുടെ വീട്ടിൽ പോയിട്ട് അവിടെ വിറകടുപ്പി കത്തിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പോഴാണ് കംപ്ലൈന്റ് കുറച്ചത്. കുറ്റമല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ. അച്ഛനെ കാണിച്ച ഭയങ്കര അഹങ്കാരം കേട്ടോ. അമ്മ ഇത്രയും നാളായിട്ട് അമ്മയുടെ ഇഷ്ടത്തിന് നിന്നിട്ടുണ്ടോ? എല്ലാം അച്ഛൻ്റെ ഇഷ്ടത്തിനെല്ലാം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് കാണിക്കരുതായിരുന്നു. അച്ഛൻ പോയി സോറി പറഞ്ഞേ, ഒരു നാണക്കേടുമില്ല. പോയി പറ. ചെല്ലച്ചാ ചെല്ലച്ചാ. എടീ കൊമളല്ലേ, എടീ ഇത് ഞാൻ അറിഞ്ഞുകൂടി ഗ്യാസ് തീർന്ന കാര്യം. നീ അപ്പയുടെ വീട്ടിൽ പോയി എന്തോത്തിന് ഈ വിറകടുപ്പിൽ ഇപ്പോൾ ഈ ചിക്കൻ കറിയും വെച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? എന്തിന് ഇത്രയും ബുദ്ധിമുട്ടി അതൊക്കെ ചെയ്ത നീ? അതാ എനിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീ ചുമ്മാതെ പിള്ളേർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അങ്ങോട്ട് മനസ്സിലായത്. നീ എന്നോട് ക്ഷമിക്കടി. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ. നീ എന്നോടൊന്ന് ക്ഷമിക്ക. ജീവിതാവസാനം വരെ നീ എനിക്ക് എന്തോ വെച്ച് തന്നാലും ഞാൻ ഒരു കുറ്റവും പറയാതെ മിണ്ടാതിരുന്ന് കഴിച്ചോ. പോരെ പോരേന്ന്. ചിരിച്ച് ചിരിക്കടി. പിള്ളേർക്ക് വിഷമം കിട്ടും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിരിച്ച്. സോറി. ആ പിന്നെ അവൻ്റെ കാര്യം കൂടെ. ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ചിക്കൻ കറി എന്നല്ല, ഇനി എന്തോ ഉണ്ടാക്കിയാലും കുറച്ച് ഉപ്പൊന്ന് ഇടാൻ നോക്കട്ടെ. മനുഷ്യന് തിന്നിറക്കാനുള്ള എണ്ണ കൂടി. പോയി